കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിനും എഐസിസി സമ്മേളനത്തിനും ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. ഡിസിസി അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിലക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് പ്രവർത്തക സമിതി അംഗം മുകുൾ വാസ്നിക് സമർപ്പിച്ചിരുന്നു. സിബിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സിബി, വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഈ പാർട്ടിയുടെ അടിത്തറയടക്കം ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം തന്നെ ഈ പടലപ്പിണക്കങ്ങളുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിലൊക്കെ ഒരു അറുതി വരുത്തിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പാർട്ടിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ അഹമ്മദാബാദിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ തട്ടകമാണ്, ഒപ്പം തന്നെ അമിത്ഷായുടെ തട്ടകമാണ്. ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ യോഗം തന്നെയാണ്. ഒരു വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗമാണ് ഇന്നിപ്പോൾ ചേരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ആദ്യം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കടന്നുപോയി. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേതാക്കന്മാരെല്ലാം തന്നെയും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശാല പ്രവർത്തക സമിതി യോഗം എന്ന് പറയുമ്പോൾ CWC അംഗങ്ങളുണ്ടാകും, അതുകൂടാതെ ക്ഷണിതാക്കളുണ്ടാകും, എല്ലാ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടാകും, പ്രതിപക്ഷ നേതാക്കളുണ്ടാകും, PCC അധ്യക്ഷന്മാരുണ്ടാകും. അങ്ങനെ 169 പേർ പങ്കെടുക്കുന്ന വിശാലമായ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗമാണ് ഇന്നിപ്പോൾ അഹമ്മദാബാദ് ചേരുന്നത്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ജന്മനാടായ ഗുജറാത്തിൽ തന്നെ ഈ ഒരു AICC സമ്മേളനം 64 വർഷത്തിന് ശേഷമാണ് ചേരുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ ചുമതല നൽകുക. DCC അധ്യക്ഷന്മാർ സാധാരണ ഈ ഒരു ടേം കഴിഞ്ഞാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചുകൊണ്ട് പിന്നീട് കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറമായി ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ DCC അധ്യക്ഷന്മാർ പൂർണ്ണ സമയവും ചുമതല വഹിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും അടിത്തട്ടിലാണ് പാർട്ടി ഏറ്റവും ദുർബലമായി നിൽക്കുന്നൊരു സാഹചര്യമുള്ളത്. ആ ദുർബലമായ സാഹചര്യം മാറ്റി ഏറ്റവും അടിത്തട്ടിൽ നിന്നും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന നിർണായകമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലടക്കം നമുക്കറിയാം, ഈ സംഘടന നേതൃമാറ്റമടക്കമല്ല തന്നെയും ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. 10ഓളം DCC അധ്യക്ഷന്മാരുടെ കേരളത്തിൽ നിർജീവമായ ഒരു സാഹചര്യമാണ് പ്രവർത്തനമെന്നല്ല തന്നെയും ഈ ദീപദാസ് മുൻഷി അടക്കം റിപ്പോർട്ട് നൽകിയ സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിലടക്കം കോൺഗ്രസ് കടന്നു പോകുമ്പോൾ ഇനി ഈ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലും അതോടൊപ്പം തന്നെ ബീഹാറിലും ഇനി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗുജറാത്തിൽ 2027 ഈ 3 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇവിടെല്ലാം തന്നെയും വേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, ഈ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ ചുമതല നൽകിക്കൊണ്ടുള്ള ഈ പ്രമേയം അടക്കമെല്ലാം തന്നെയും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും അത് അവർ കൊണ്ടുവന്ന ചില നിർദ്ദേശങ്ങളും പ്രമേയങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കെല്ലാം തന്നെയും ചർച്ചകൾ മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ രാവിലെ പ്രവർത്തക സമിതി യോഗം 11:30 ആരംഭിക്കും. പിന്നീട് വൈകിട്ട് തൊട്ടടുത്തുള്ള സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ യോഗമുണ്ട്. നാളെ AICCയുടെ ഒരു സമ്മേളനം, ഏകദേശം 1700 പേർ പങ്കെടുക്കുന്ന ഒരു വിശാലമായ സമ്മേളനവും ഉണ്ടാകുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ഗുജറാത്തിൽ പോലും കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ മുൻനിരയിലുള്ള നേതാക്കന്മാർ പോലും BJPയുമായി സന്ധി കൊടുന്നു എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് BJPയിലേക്ക് പോകാൻ നിൽക്കുന്ന നേതാക്കന്മാർ പോകട്ടെ എന്ന ഒരു നിലപാട് അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ വളരെ വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് കോൺഗ്രസ് സംബന്ധിച്ച്. കഴിഞ്ഞ 30 വർഷമായി ഗുജറാത്തിൽ പോലും അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ ദേശീയ തലത്തിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ ഒരു CWC മീറ്റിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസത്തെ ഈ യോഗം കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റുള്ള ഒരു പാർട്ടിയിലെ ഭരണഘടനാപരമായ മാറ്റങ്ങളടക്കമെല്ലാം നിലയും ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, പ്രമേയങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ഏറെ നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും ദുർബലമായ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ഇതിനെ എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഈ ഒരു പ്രവർത്തക സമിതിയിലെ പ്രധാനപ്പെട്ട അജണ്ട. എന്തായാലും കേരളത്തിലെ നേതാക്കന്മാർ അടക്കമെല്ലാം നിലയും ഇങ്ങോട്ടേക്ക് CWC മീറ്റിംഗ് ഈ ഒരു വേദിയിലേക്ക്, ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരക മന്ദിരത്തിൻ്റെ സമീപമാണ് ഈ ഒരു വെന്യൂ. ആ വെന്യൂവിലേക്ക് ഇപ്പോൾ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൃത്യം 11:30 ഈ ഒരു CWC യോഗം ആരംഭിക്കും. ശരി സിബി, എന്തായാലും വിശാല പ്രവർത്തക സമിതി യോഗവും AICC യോഗവുമാണ് ഗുജറാത്ത് അഹമ്മദാബാദിൽ നടക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇന്ന് 169 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിബിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.